ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാം. പുറത്തുനിന്നൊന്നും കൂൾ ഡ്രിങ്ക്സ് വാങ്ങാണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുടിക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ നല്ലൊരു മാമ്പഴ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഈ ചൂടുകാലത്ത് പറ്റിയൊരു ജ്യൂസാണ്. നല്ല മാമ്പഴം കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസാണ്. അപ്പോൾ മാമ്പഴം ഒരെണ്ണെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അരമുറി നാളികേരം പിഴിഞ്ഞ പാലിനത് ഏകദേശം 2 ഗ്ലാസ് ഉണ്ടാവും. ഇത് രണ്ടും മാത്രം മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മാമ്പഴ ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തൊലിച്ചെത്തി നല്ല മധുരമുള്ള മാമ്പഴം ആകുമ്പോൾ നമുക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. മാമ്പഴമൊക്കെ നമുക്ക് തൊലിച്ചെത്തി ഇതിപ്പോൾ നമുക്ക് കഷ്ണങ്ങളാക്കാം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് ജ്യൂസാക്കി അടിച്ചു കൊണ്ടുവരാം. ഇത് നല്ല മധുരമുള്ള എണ്ണയാണ്. മധുരം ഇല്ലെങ്കിലാണ് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറോ അല്ലെങ്കിൽ തേനോ ചേർത്താൽ മതി. ജ്യൂസ് നല്ല ഹെൽത്തി ആവും. ഈ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസിനേക്കാളൊക്കെ നല്ലതാണ് ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നത്. അത്ര ചെറിയ കഷ്ണമൊന്നും ആക്കണ്ട, പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിഞ്ഞോളും. നല്ലോണം പഴുത്ത മാമ്പഴമാണല്ലോ, പിന്നെ നല്ല മധുരമുള്ള മാമ്പഴം കൂടിയാണ്. കട്ട് ചെയ്ത മാമ്പഴം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരാം. അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം. അതുപോലെ തേങ്ങാപ്പാൽ, ഒരു അരമുറി നാളികേരം ചെരിവെടുത്ത് പാലിന്. മധുരം ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മാമ്പഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മധുരം വേണമെന്നുള്ളവർക്ക് ചേർക്കാം, തേൻ വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. ഈ മാങ്ങ നല്ല മധുരമുള്ള കാരണം ഞാൻ മധുരം ചേർക്കണില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത കാരണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഈ ചൂടുകാലത്തൊക്കെ നമുക്കിത് കുടിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.